പ്രിയ കുട്ടികളെ, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം പരീക്ഷ പ്രതീക്ഷിച്ച് പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിങ്ങളെ ഒന്ന് സഹായിക്കുക എന്ന ഉദ്യമത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ 1ാം യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ വളരെ എളുപ്പമുള്ള ഒരു കഥ, പ്രകാശം ജലം പോലെയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും 1-2 ഭാഗമുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എളിയ സംരംഭമാണ്. ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് അധ്യാപകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു? പല കുഞ്ഞുങ്ങൾക്കും വ്യക്തമായ ലക്ഷ്യം ആയിട്ടില്ല. പ്രായത്തിന്റെ പക്വത തികവുകൊണ്ടാവാം, ആവാഞ്ഞിട്ടാവാം, ലക്ഷ്യബോധമില്ലാഞ്ഞിട്ടാവാം. പല കുട്ടികൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകാനാണ് താല്പര്യം. കുട്ടികൾക്ക് അവരുടേതായ വാസനകൾ, താല്പര്യങ്ങളുണ്ട്. ജന്മസിദ്ധമായി ലഭിക്കുന്നതുകൊണ്ട് നാം ആർജിക്കുന്നവയുണ്ട്. കുട്ടികളുടെ ഭാവന ലോകം മുതിർന്നവരെക്കാൾ വളരെയാണ്, വ്യത്യസ്തവുമാണ്. അത് മാതാപിതാക്കളും അധ്യാപകരും തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് ആ മേഖലയിലേക്ക് അവരെ നയിച്ചാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, മാറ്റം അത്ഭുതാവഹമായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഗബ്രിയേല മാർക്കസിന്റെ ഈ കഥ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. പല മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരാഗ്രഹിക്കുന്ന പാതയിലേക്ക് പോകാനാണ് ഇഷ്ടം. എന്നാൽ കുട്ടികളുടെ കഴിവെന്ത്, കഴിവില്ലായ്മ എന്ത് എന്ന് തിരിച്ചറിയുന്ന നല്ലവരായ മാതാപിതാക്കളും അധ്യാപകരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭാവി കൈപ്പിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ നന്മ മരങ്ങളായി മാറും. നല്ല ഭാവി അവർക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു പത്രലേഖകനാവാൻ ആഗ്രഹിച്ചു. നിയമ പഠനം തുടർന്നുവെങ്കിലും അത് തുടരാനാവാതെ പത്രലേഖകനായി മാറി. ഗാബോ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയിട്ടുണ്ട്. 27 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ കഥയിലെ മറ്റൊരു പ്രത്യേകത, ക്ലാസിക്കുകൾ അഥവാ വിശ്വമഹത്തായ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുക എന്നൊരു കടമ കൂടി. ഷേക്സ്പിയറിന്റെ, ഹോമറിന്റെ ഒക്കെ കൃതികൾ വായിക്കുന്നതോടൊപ്പം തന്നെ അന്യ ഭാഷയിൽപ്പെടുന്ന കഥകൾ വായിക്കാനും ആസ്വദിക്കാനും ഇതുപോലുള്ള നല്ല കഥകൾ നമ്മുടെ ഈ മലയാള ഭാഷയിൽ നിന്ന് നിങ്ങളിലൂടെ ഉണ്ടാകുവാനും ഉള്ള ഒരു പരിശ്രമം ഇപ്പൊ തന്നെ ആരംഭിക്കുക. നമുക്ക് മറ്റു ഭാഷകളിലെ പ്രസിദ്ധങ്ങളായ രചനകൾ ബോധ്യപ്പെടുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക: നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. വളരെ പ്രഗത്ഭരായ കഥാകൃത്തുക്കൾ, കവികൾ ഒക്കെ നമ്മുടെ ഭാഷയിലുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലും ഒരു പക്ഷേ ഒരു എഴുത്തുകാരനുണ്ടായിരിക്കാം. അവയെ കണ്ടെത്താൻ ഉള്ള ഒരു ചെറിയ പ്രചോദനം നിങ്ങൾക്ക് ലഭിച്ചാൽ ഈ പാഠം ധന്യമായി. ഇന്ന് നാം ഈ കഥയിലേക്ക് വരുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, മാജിക്കൽ റിയലിസം. നിങ്ങളോട് വായിക്കുന്നുണ്ട്: യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കൽ. കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു മജീഷ്യൻ, മാന്ത്രികത, അദ്ദേഹത്തിന്റെ മാന്ത്രികമായ കരവിരുതുകൊണ്ട് വേദിയിൽ നിന്ന് അത്ഭുത പ്രകടനങ്ങൾ നടത്തുമ്പോൾ നാം കണ്ണു ചിമ്മിയിരിക്കാറുണ്ട്. ഇതുപോലെ യഥാർത്ഥത്തിലുള്ള സംഭവത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് നമുക്ക് ഒറ്റവാചകത്തിൽ പറയാം: മാജിക്കൽ റിയലിസം. ഗാബോ എന്ന വിളിപ്പേരുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഇത്തരത്തിലുള്ള ഒരു രചനാ സങ്കേതമാണ് തൻ്റെ രചനകളിൽ ഉപയോഗിക്കുന്നത്. നാം കാണുന്നുണ്ട് യാഥാർത്ഥ്യത്തിന്റെ
മാന്ത്രികമായ ഉൾക്കാഴ്ച നൽകുന്നു. മായികത, യാഥാർത്ഥ്യം ഇവ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിലുള്ളതാണോ അയാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു സംശയം ആസ്വാദകനിൽ തോന്നാം. പാഠഭാഗത്ത് കൃത്യമായിട്ട് മാജിക്കൽ റിയലിസത്തിന് ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടി പറയാം. മാജിക്കൽ റിയലിസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അല്പകാലം മുൻപ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. അതുപോലെ നന്ദനം. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റിലെ ഒരു കഥാപാത്രം, ആ വിശുദ്ധൻ, ആ സിനിമയുടെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വേണ്ട ഉപദേശം നൽകാനും കഥാനായകനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ. ഇതുപോലെ നന്ദനത്തിലും നായിക കഥാപാത്രത്തിന്റെ വിവാഹത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകൾ നടത്താനും അവളുടെ സങ്കടങ്ങൾ കേൾക്കാനും ഉപദേശിക്കാനും ഒക്കെ വരുന്ന ഭഗവാൻ ഏറ്റവും ഒടുവിലാണ് നമുക്കത് മായയായിരുന്നു എന്ന് തോന്നുന്നത്, മിഥ്യയായിരുന്നു. യഥാർത്ഥത്തിലുള്ളത് തന്നെ ദൈവമുണ്ട്, മനുഷ്യന്റെ സഹായത്തിന് എത്തുന്നുണ്ട്. പിന്നെ നാം കാണുന്നുണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു. അതൊരു ലെജൻഡാണ്, കെട്ടുകഥ എന്ന് നമുക്ക് പറഞ്ഞു തള്ളാം. പക്ഷേ കെട്ടുകഥയല്ല, കാരണം അങ്ങനെ സംഭവിച്ചിരിക്കാം. ഇതുപോലെ യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുവിനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം ഈ കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഥയിലേക്ക് പൂർണ്ണമായിട്ടും മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഒരു വായനയോടുകൂടി എല്ലാ ആശയങ്ങളും മനസ്സിൽ കിട്ടിയ പരീക്ഷ നമുക്ക് പാൽപ്പായസം പോലെ മധുരമുള്ളതായിട്ട് ആസ്വദിക്കാൻ പറ്റണം. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ എഴുതുന്ന അത്ര തത്രപ്പാടില്ലാതെ മലയാളത്തെ സന്തോഷകരമായി സമീപിക്കാനും പൂർണ്ണമായി സ്കോർ കരസ്ഥമാക്കാനും പറ്റിയ ഒരു പാഠത്തിലേക്ക് വരാം. കുട്ടികളുടെ ഭാവനയെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ. പ്രകാശം ജലം പോലെയാണ്. 2 കുട്ടികളും കൂടി ക്രിസ്മസ് ആയപ്പോൾ തുഴവെള്ളം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു. മാതാപിതാക്കളോട് അവർ ആവശ്യപ്പെട്ടു. ടോട്ടോയും ജോവലും 2 മക്കൾ അവര് അച്ഛനമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു തുഴയാനുള്ള വഞ്ചി വേണം. ശരി, പപ്പ പറഞ്ഞു. കാഡ്ജിനയിൽ മടങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വാങ്ങാം. കാഡ്ജിനെ അവർ താമസിച്ചിരുന്ന തുറമുഖ നഗരമാണ്. ബോട്ട് ചെന്ന് കെട്ടിയിട്ട് അവിടെ കടലിനോട് ചേരുന്ന ഭാഗം. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം. ശ്രദ്ധിക്കണം, കാഡ്ജിനെ ഇന്ത്യാസിന്റെ പ്രത്യേകതകൾ പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. 9 വയസ്സായ ടോട്ടോയും 7 വയസ്സുകാരൻ ജോവലും 2 ആൺമക്കൾ. കഥാപാത്രങ്ങളുടെ പേരുകൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. ജോവലും ടോട്ടോയും. അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും അവർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. എന്താ നിശ്ചയദാർഢ്യം? ഒരു കാര്യം ചെയ്യാൻ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക, അത് നടപ്പാക്കുക. അതിനിടയിൽ വരുന്ന പ്രതിബന്ധങ്ങളെ ഒക്കെ മറക്കണം. കുട്ടികളായ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര കുട്ടികൾ പരീക്ഷയെ ഗൗരവമായി സമീപിക്കുന്നുണ്ട്? ആ നിശ്ചയദാർഢ്യം നിങ്ങളിൽ ഉണ്ടാവണം. ഞാൻ നന്നായി പഠിച്ച് ഒരുങ്ങി എഴുതും, നല്ല മാർക്ക് സ്കോർ ചെയ്യും. ജോവലും ടോട്ടോയും അച്ഛനമ്മമാർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. പറ്റില്ല, അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കത് ഇപ്പോൾ ഇവിടെ വേണം, തുഴവെള്ളം ഇപ്പോൾ ഇവിടെ വാങ്ങിത്തരണം. പക്ഷേ അവരുടെ അമ്മ പറഞ്ഞു, വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണ്. ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാചകങ്ങൾ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കാഡ്ജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന്റെ പ്രത്യേകതകൾ. ആ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഒരു ഷെഡും. ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമില്ല. മുൻപ് താമസിച്ചിരുന്ന കാഡ്ജിനെ ഇന്ത്യാസിന്റെ പ്രത്യേകതകളാണ് നമ്മൾ മുമ്പ് കണ്ടത്. എന്നാൽ ഇപ്പോൾ അവർ ജോലി സംബന്ധമായി മാറി താമസിക്കുന്നു. നമുക്കറിയാം,
കുടിയേറ്റം എന്ന വാക്ക് മലയാളിക്ക് പരിചയമുണ്ട്. അതുപോലെ പ്രവാസികളായി അന്യനാട്ടിൽ കഴിയുന്നവർ മെച്ചപ്പെട്ട ജീവിത ജോലിക്കും കൂടുതൽ പണത്തിനും വേണ്ടി മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നാട്ടിൽ ഉപേക്ഷിച്ച് വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതാവസ്ഥ ആടുജീവിതം എന്ന കൃതിയിലൂടെ ബെന്യാമിൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇപ്പോൾ അവർ ജോലി സംബന്ധിച്ച് മാഡ്രിഡ് എന്ന ഈ പരിഷ്കാരം നിറഞ്ഞ നഗരത്തിൽ എത്തിയിരിക്കുന്നു. ജലത്തിന് ലഭ്യത കുറവാണ്. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ, നമ്മള് കോംപ്ലക്സ് ഇംഗ്ലീഷ് പറയും, ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5ാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിയുന്നത്. ആളുകൾ പെരുകി കഴിയുമ്പോൾ ജോലിക്കും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പട്ടണത്തിൽ ആളുകൾ ഞെരുങ്ങി കഴിയുമ്പോൾ അവിടെ വൻകിട ഫ്ലാറ്റുകൾ ഉയർന്നു വരും. ഓരോ ഫ്ലാറ്റിലും കൊച്ചു കൊച്ചു അപ്പാർട്ട്മെന്റുകൾ ഓരോ നിലയിൽ. അവിടെ വളരെ ഒതുങ്ങി കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ. എങ്കിലും രണ്ടു പേർക്കും, ടോട്ടോയ്ക്കും ജോവലിനും മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും കുട്ടികളുടെ ആവശ്യം തള്ളിക്കളയാനാവാതെ വന്നു. അവർ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ടോട്ടോയ്ക്കും ജോവലിനും അവർ ആവശ്യപ്പെടുന്ന തുഴവെള്ളം മാതാപിതാക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. കാരണം എലിമെന്ററി സ്കൂളിൽ, പ്രാഥമിക വിദ്യാലയത്തിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ സെക്സ്റ്റന്റും കോമ്പസും ഉള്ള, സെക്സ്റ്റന്റ് വസ്തുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്ന ഉപകരണം, കോമ്പസ് ദിശ അറിയാനുള്ള ഉപകരണം. കുട്ടികൾക്ക് സാധാരണ കുട്ടികളുടെ ആവശ്യങ്ങളല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതൊന്നുമല്ല ഈ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടത്. സെക്സ്റ്റന്റും കോമ്പസും ഞങ്ങൾക്ക് വാങ്ങിത്തരണം. അവർക്ക് ദിശ നോക്കാനുള്ള ഉപകരണമാണ് കോമ്പസ്, അതുപോലെ ദിക്കുകൾ തമ്മിലുള്ള ദൂരം അറിയാനുള്ള സെക്സ്റ്റന്റും. അത് പ്രൈമറി ക്ലാസ്സിൽ പഠനത്തിൽ മിടുക്കരായാൽ അത് വാങ്ങി തന്നുകൊള്ളാമെന്ന് മാതാപിതാക്കൾ തങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ആ സമ്മാനം വാങ്ങിയത് കൊണ്ട് പപ്പ അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു. ഭാര്യയോട് അയാളൊന്നും പറഞ്ഞില്ല. കാരണം ചൂതാട്ടത്തിൽ അല്പം പണം കളഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കുടുംബനാഥൻ. ഇത് ഭാര്യയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലം പണം വളരെ സൂക്ഷിച്ച് ചെലവാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മലയാളികൾ ഒരു പ്രവണതയാക്കിയിട്ടുണ്ട്, ധാരാളിത്തം. കിട്ടുന്ന പണം അടിച്ചു പൊളിച്ച് തീർക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് എല്ലാത്തിനും ഒരു സമയം. ഈ കൊച്ചു കഥയിലേക്ക് നോക്കുക. പിതാവ് അല്പം ചൂതാട്ടത്തിൽ പെട്ട് കുറെ കടബാധ്യത ഉണ്ടാക്കിയ ആളായതുകൊണ്ട് അദ്ദേഹം തന്നെ തിരിച്ചു വരവിനെ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും പണം സൂക്ഷിച്ച് ചെലവാക്കുക. അപ്പോൾ നിങ്ങൾക്കും അതൊരു സൂചനയാവണം, ലഭിക്കുന്ന പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ആ സമ്മാനം വാങ്ങിയത് കൊണ്ട് പപ്പ അവർക്ക് തുഴവെള്ളം വാങ്ങി കൊടുക്കുക തന്നെ ചെയ്തു. ഭാര്യയോട് അയാളൊന്നും പറഞ്ഞില്ല. ചൂതാട്ടം മൂലം വന്നു ചേർന്ന കടം കൊടുത്തു തീർക്കാൻ അയാളേക്കാൾ വിഷമം അവർക്കായിരുന്നു. ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളമാണ് പിതാവ് മക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ വാങ്ങിയത്. വെള്ളത്തെ തൊടുന്നിടത്ത് സ്വർണ്ണ വരകളുള്ള, കാണാൻ ചന്തമുള്ള ഒരു വഞ്ചി. കാറ് ഇടുന്നിടത്താണ് വള്ളം വച്ചിട്ടുള്ളത്. ഊണ് സമയത്ത് പപ്പ പറഞ്ഞു, അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല. കാറിടുന്നിടത്ത് ഇപ്പോഴൊട്ടും സ്ഥലവുമില്ല. തങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് താഴെ നിന്ന് എത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കാർ പോർച്ചിൽ താഴെ തന്നെ അത് ഇരിക്കട്ടെ. എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു. കണ്ടോ, കുട്ടികൾക്ക് ലിഫ്റ്റ്, ഏണിപ്പടി ഇതൊന്നും വേണ്ട. ഒരു തീരുമാനം എടുത്താൽ കുഞ്ഞുങ്ങൾ അവർ പ്രായം നോക്കാതെ, ആരോഗ്യം നോക്കാതെ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരത് തനിയെ ചെയ്യും. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആഗ്രഹം മനസ്സിലുണ്ടാവണം. മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവർ വാങ്ങിക്കൊടുത്ത ആ വഞ്ചി എത്രയും വേഗം തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ കുട്ടികൾ തന്നെ ചെയ്തു. ഏണിപ്പടി വഴി താങ്ങി അവർ മുകളിലെത്തിച്ചു. അത് ജോലിക്കാരിക്ക് താമസിക്കാനുള്ള മുറിയിലേക്ക് അവർ എടുത്തു വെക്കുകയും ചെയ്തു. കൊള്ളാം, അഭിനന്ദനങ്ങൾ. പപ്പ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രവൃത്തി നല്ലതാണ്.
അപ്പൊ നല്ല മാതാപിതാക്കളുടെ ഒരു സ്വഭാവമാണ് നാം പരിചയപ്പെടുന്നത്. മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരു അഭിനന്ദനം, ഒരു വാക്കാവട്ടെ, ഒരു സ്പർശനമാകട്ടെ, ഒരു പുഞ്ചിരിയാവട്ടെ, അത് മതി കുഞ്ഞുങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ. തെറ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ശാസിക്കണം, ചെറിയ ശിക്ഷ കൊടുക്കണം. ഒപ്പം തന്നെ അവരൊരു നന്മ ചെയ്താൽ ആ നന്മയെ കണ്ട് അതിനെ അംഗീകരിക്കണം. ക്ലാസ്സിൽ നിന്ന് വിദ്യാലയത്തിൽ ലഭിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രോത്സാഹനമാണ് അവരെ വലുതാവുമ്പോൾ മിടുക്കരായി മാറ്റുന്നത്. കൊള്ളാം, അഭിനന്ദനങ്ങൾ, പപ്പ പറഞ്ഞു. ഇനി എന്താണ്? ഇനിയൊന്നുമില്ല, കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾക്ക് വള്ളം ഈ മുറിയിൽ കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് സാധിച്ചു. കേൾക്കുക, കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മാതാപിതാക്കളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. ഒക്കെ നിങ്ങൾ മാതാപിതാക്കളോട് പങ്കുവെക്കില്ല. ഒക്കെ ഒളിപ്പിക്കണമെന്നല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ സ്വകാര്യമാക്കി വെക്കും. അത് നമ്മളുടെ ഇഷ്ടം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ലെങ്കിൽ അല്പ സ്വകാര്യത നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി. കണ്ടോ, പല വീടുകളിലും ഇന്ന് ഇല്ലാത്ത ഒരു പ്രവൃത്തി. ജീവിതത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ രണ്ടുപേരും കൂടി അല്പസമയം ഒരു വിശ്രമം. കുട്ടികൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാം. ഇവിടെ എല്ലാ ബുധനാഴ്ചയും അത് ഒരു ശീലമാക്കി. വീടിന്റെ സർവാധികാരിയായി കുഞ്ഞുങ്ങൾ മാറി മാതാപിതാക്കൾ സിനിമയ്ക്ക് പോയപ്പോൾ അവർ എന്തു ചെയ്തു? എല്ലാ കതകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു. പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പോലെ സ്വർണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നിലത്തു നിന്ന് 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നതുവരെ അവർ നോക്കി നിന്നു. പിന്നെ അവർ കറന്റ് വിച്ഛേദിച്ചു. അതിനുശേഷം വള്ളം വെളിയിലെടുത്ത് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. ദ്വീപ് എന്നാൽ നമുക്കറിയാം, 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്ത്. കുട്ടികളുടെ ഭാവനയാണ് അത്. ഓരോ മുറിയിലും, വളരെയധികം മുറികളൊന്നുമില്ല, ആ വഞ്ചി കൊണ്ടുവന്ന് ഓരോ ദ്വീപിലിറക്കുന്ന പോലെ. അതിശയകരമായ ഈ സാഹസത്തിന് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. പിതാവ്, നമ്മുടെ ലേഖകൻ എന്ന് നമുക്ക് വേണമെങ്കിലും പറയാം, മാർക്വസ് അബദ്ധത്തിൽ പറഞ്ഞൊരു പ്രസ്താവന. എന്റെ ബാലിശമായ വളരെ നിഷ്കളങ്കമായ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സാധാരണ രീതിയിലുള്ള ഒരു പ്രസ്താവന. വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ. ടോട്ടോ എന്നോട് സ്വിച്ചിൽ ഒന്ന് തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നത് എന്ന് സംശയം ചോദിച്ചു. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മാതാപിതാക്കൾ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അറിയാമെങ്കിൽ. ടോട്ടോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ തമാശ രൂപേണ പറഞ്ഞു, പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നു വിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു. സെക്സ്റ്റന്റും കോമ്പസും വാങ്ങിക്കൊടുത്ത ആ സെക്സ്റ്റന്റും കോമ്പസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുട്ടികൾ പരിശീലിച്ചു. സിനിമ കഴിഞ്ഞ് അച്ഛനമ്മമാർ വരുവോളം സമയം അവരത് ചെയ്തുകൊണ്ടിരുന്നു. മടങ്ങിയെത്തുന്ന അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ. കുട്ടികളുടെ സങ്കല്പം അവർ വെള്ളത്തിലാണ് കളിക്കുന്നത്, ദ്വീപിലാണ് കഴിയുന്നത്. മാസങ്ങൾ കഴിഞ്ഞപ്പോ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി കുട്ടികൾ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിത്തരാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. മുഖംമൂടികൾ വേണം, കുഞ്ഞു ചിറകുകൾ വേണം, വായു നിറച്ച തോക്കുകൾ വേണം. ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു തുഴവഞ്ചി കൊണ്ടുവന്നിട്ട് ജോലിക്കാരിക്കുള്ള മുറിയിൽ സ്ഥാപിച്ചതുപോലെ പപ്പ അല്പം ശകാര രൂപത്തിൽ കുട്ടികളോട് ചോദിച്ചു. ഇനി ആഴത്തിൽ മുങ്ങാനുള്ള ഉപകരണങ്ങൾ കൂടിയേ നിങ്ങൾക്ക് വേണ്ടൂ? 1ാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള സമ്മാനം വാങ്ങാം പപ്പ. എന്നാലോ? ജോവൽ ചോദിച്ചു. ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയിൽ ഞങ്ങൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാം. അയ്യോ വേണ്ട, അമ്മ ഭയപ്പാടോടെ പറഞ്ഞു.
കുട്ടികളുടെ കഴിവുകളെ കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അവർ അത് വാങ്ങി ഇരിക്കും. വാങ്ങിച്ച സമ്മാനമൊക്കെ മതി. ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല, അമ്മ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് അവർക്ക് വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. അത് നിങ്ങളതൊന്ന് മാർക്ക് ചെയ്യണം. സന്ദർഭം ചോദിക്കാം. നമ്മൾ പരീക്ഷയെ ഉദ്ദേശിച്ചുകൂടി പഠിക്കുമ്പോൾ അമ്മയുടെ ഈ ഒരു പ്രസ്താവന ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല, അമ്മ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് അവർക്ക് വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. കുട്ടികൾ അങ്ങനെയാണ്. അവർ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി അവർ എത്ര സമയവും ഉപയോഗിക്കും. എന്നാൽ മാതാപിതാക്കളോ അധ്യാപകരോ മറ്റു മുതിർന്നവരോ നിർബന്ധമായിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾ മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്ര ക്ഷമയോടെയാണ് അവർ ഇരിക്കുന്നത്. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഇല്ലെന്നോ അച്ഛനമ്മമാർ പറഞ്ഞില്ല. പക്ഷേ ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും നേടുകയും ഹെഡ് മാസ്റ്ററിൽ നിന്ന് തുറന്ന അഭിനന്ദനങ്ങൾ. എന്താണ് മക്കളെ തുറന്ന അഭിനന്ദനങ്ങൾ? ഒരു വലിയ അസംബ്ലിക്ക് കുട്ടികളുടെയൊക്കെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് ഹെഡ് മാസ്റ്റർ അവരെ അഭിനന്ദിക്കുന്നു. തുറന്ന അഭിനന്ദനം. അന്ന് ഉച്ചയ്ക്ക് ഒന്നും ചോദിക്കാതെ തന്നെ അവർ കണ്ടു. തങ്ങൾ വന്നപ്പോ തങ്ങളുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ മാതാപിതാക്കളോട് കൂടുതൽ ഇഷ്ടം തോന്നും. കാരണം വാശി പിടിച്ച സാധനങ്ങൾ കൃത്യമായിട്ട് അവർ വാങ്ങിക്കൊടുക്കാൻ സന്മനസ് കാട്ടുന്നുണ്ട്. കുട്ടികൾ പഠിക്കാനും മിടുക്കരാണ്. കുട്ടികൾ ചോദിക്കുന്ന സാമഗ്രികൾ മുഴുവൻ അങ്ങനെ വാങ്ങിക്കൊടുക്കണം എന്നൊരു തെറ്റായ കാര്യമല്ല ഇവിടെ കാണുന്നത്. മറിച്ച് കുട്ടികൾ കഴിവുണ്ട്, അവരുടെ കഴിവ് അവർ ഉപയോഗിച്ചു. അതിനുള്ള പ്രതിഫലമാണ് സമ്മാനമായിട്ടാണ് ഈ മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കുന്ന ടോട്ടോയ്ക്കും ജോവലിനും. അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ ആ അപ്പാർട്ട്മെന്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. ഒരു അടി, നമ്മളുടെ ഒരു കാൽച്ചുവട്, ഒരു വലിയ സ്കെയിലിന്റെ നീളം, 12 അടി ഉയരത്തിൽ പ്രകാശം നിറച്ചു. അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ. പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. ഇത്തവണ അവർക്ക് മാതാപിതാക്കളോട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ അവരോട് ഇങ്ങോട്ട് ചോദിച്ചു. വർഷാവസാനം ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനം കിട്ടിയപ്പോൾ അതിന് പകരം ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് വാങ്ങി തരേണ്ടതെന്ന് അച്ഛനമ്മമാർ കുട്ടികളോട് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടുള്ളൂ. എന്തായിരുന്നു അത്? തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണം. കാലം മാറുമ്പോൾ കുട്ടികളുടെ ആഗ്രഹങ്ങൾ മാറും. മുതിർന്ന കുട്ടികളായി നിങ്ങൾ ഇനിയും പഠിക്കാൻ പോകുമ്പോൾ അവിടെ നേട്ടങ്ങൾ നേടുമ്പോൾ നിങ്ങളുടെ സമപ്രായക്കാരായ നിങ്ങളുടെ ചങ്കുകൾ എന്ന് പറയുന്ന കൂട്ടുകാരെ നിങ്ങൾ ക്ഷണിക്കും. അവർക്ക് ചെറിയ പാർട്ടി കൊടുക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ തുച്ഛമായ സംഖ്യയുള്ളൂ. എന്നാൽ ബിരുദന്മാരായ ചില കുട്ടികൾ മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ പാർട്ടി നടക്കും. പാർട്ടി കൊടുത്തിട്ട് ആ പാർട്ടിക്ക് എന്തെല്ലാമോ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കും. ഏറ്റവും ഒടുവിൽ പണത്തിന്റെ കാര്യം വരുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് സഹായം കേൾക്കും. അപ്പോൾ നാം എന്ത് കാര്യം ചെയ്താലും അത് ആലോചനാപൂർവം ചെയ്യണം. മാതാപിതാക്കൾ അറിയാത്ത രഹസ്യങ്ങൾ, വളരെ കുഞ്ഞു രഹസ്യങ്ങൾ മതി. കാരണം തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ആ തെറ്റ് ആണെന്ന് തിരിച്ചറിയണം. മാതാപിതാക്കൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നിരീക്ഷിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കാം. അവർ തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. എന്താ കാരണം? കുട്ടികൾക്ക് പാകത വരുന്നതിന് തെളിവാണത്. പക്വത, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവർക്കായി. കുഞ്ഞുനാളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, LKG ക്ലാസ്സിൽ നിങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ നിഴലായി അച്ഛനുണ്ട്, അമ്മയുണ്ട്.
അമ്മ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മുഖം ഒന്ന് വാടുമ്പോൾ, നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ, നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ധരിക്കാൻ ശരിയായി അറിയാതെ വരുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ടിഫിൻ ബോക്സ് തുറക്കാൻ അറിയാതെ വരുമ്പോൾ, എപ്പോഴും നിഴൽ പോലെ അവർ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ മുതിർന്നു കഴിയുമ്പോൾ അവർ നിങ്ങളെ അല്പം ഒന്ന് അയച്ചുവിടുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കഴിയുമ്പോൾ നിങ്ങൾ പലരും സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ചു. ഇപ്പോ നിങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് അല്പം മാറി കഴിയുന്ന കുട്ടികളുമുണ്ട്. എന്തായാലും നിങ്ങൾ ഓരോ വർഷവും വളർന്നു വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവ് കിട്ടുന്നു, ശരിയായ ഡിസിഷൻ എടുക്കാൻ അറിയുന്നു, നന്മ എന്ത് തിന്മ എന്ത് എന്നറിയുന്നു. അതാണ് വിദ്യാഭ്യാസം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു. എന്ത് ചെയ്യണം? സ്വയം തീരുമാനം എടുക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ നിങ്ങൾക്ക് നല്ല ഉപദേശം തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ട്. നിങ്ങളെ ചതിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മോശമായ കൂട്ടുകാരല്ല. ഇപ്പൊ നോക്കുക, പപ്പയ്ക്ക് സന്തോഷമായി കുട്ടികൾക്ക് പാകത വന്നിരിക്കുന്നു. അവർ ഒരു നല്ല നേട്ടം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സന്തോഷത്തിന് കൂട്ടുകാരെ കൂടി പങ്കെടുപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. അതാണ് മാതാപിതാക്കളോട് അവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് കൂട്ടുകാർക്ക് ഒരു പാർട്ടി കൊടുക്കണം. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ പറഞ്ഞു, എന്ത്? കുട്ടികൾക്ക് പാകത വന്നിരിക്കുന്നു എന്ന വാക്ക് സത്യമാവട്ടെ. അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിന്റെ മുൻവശത്തു കൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു. ഈ പാഠത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മങ്ങാതെ സൂക്ഷിക്കണം. നോക്കിക്കേ, ഫ്ളാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ കണ്ട അത്ഭുത കാഴ്ച എന്തായിരുന്നു? മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിന്റെ മുൻവശത്തു കൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു. പ്രകാശത്തിന്റെ ഒരു പ്രളയം. നമ്മുടെ കഥയുടെ തലക്കെട്ട് ശ്രദ്ധിക്കുക. പ്രകാശം ജലം പോലെയാണ്. അത്യാഹിത സന്ദേശത്തിന് പിറകെ വന്ന ഫയർഫോഴ്സുകാർ, തീകെടുത്തലുകാർ 5-ാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെന്റിന്റെ മുകൾത്തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു. സോഫയും പുലിത്തോലിൽ പൊതിഞ്ഞ ചാരുകസേരകളും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു. 1-ാം തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. പിയാനോയുടെ പുതപ്പ്, പരന്ന ശരീരവും വീതിച്ചിറകുമുള്ള സുവർണ മത്സ്യത്തെ പോലെ ആ പിയാനോയുടെ കവർ പുതപ്പ് പകുതി മുങ്ങി തത്തി പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്നു. നൃത്തത്തിന് വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രരായ മത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടന്നു. വിചിത്രങ്ങളായ കാഴ്ചകളാണ് കാണുന്നത്. ഉഗ്രപ്രകാശത്തിന്റെ ആ ചതുപ്പ് നിലത്തിൽ ജീവനോടെ സന്തോഷത്തോടെ അവശേഷിച്ച ഏകജീവികൾ ആ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ബാത്റൂമിൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ മമ്മായിയുടെ കൃത്രിമ പല്ല് സെറ്റിനൊപ്പം ഒഴുകി നടന്നു. പ്രധാന ഉറക്കറയിലെ ടെലിവിഷൻ സെറ്റ് വശം തിരിഞ്ഞ് ഒഴുകുമ്പോൾ ഒരു പാതിരാ സിനിമയുടെ അവസാന ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ഹാളിന്റെ അങ്ങേയറ്റത്തായി പ്രകാശത്തിരയിൽ ഒഴുകിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ച് തീരം അണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖംമൂടി ധരിച്ച് വള്ളത്തിന്റെ പിൻഭാഗത്ത് ടോട്ടോ ഇരുന്നു. ഒരു വീര നായകനെ പോലെ, കപ്പിത്താനെ പോലെ. അവൻ ലൈറ്റ് ഹൗസ്, വിളക്കുമാടം എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. എന്താണ് ഈ ലൈറ്റ് ഹൗസ്? അകലിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ദിശ അറിയാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ്. ടോട്ടോയുടെ ജോലി പോലെ അതാണ്. അവൻ വിളക്കുമാടം അന്വേഷിക്കുകയാണ്. വള്ളത്തിന്റെ അമരത്തിൽ ഒഴുകി നിന്ന ജോവൽ സെക്സ്റ്റന്റിലൂടെ പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയും
വീട്ടിൽ മുഴുവനായി അവരുടെ 37 സഹപാഠികളും ഒഴുകി നടന്നു. കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് അതിർവരമ്പുകളില്ല, നിയന്ത്രണങ്ങളില്ലാത്ത ഒരു സാഹചര്യം വന്നു. അവർ അത് ഉപയോഗിച്ചു. ജെറാനിയം ചെടിച്ചട്ടിയിൽ മൂത്രമൊഴിച്ച സ്കൂളിലെ പാട്ടിന്റെ വരികൾ മാറ്റിപ്പാടി ഹെഡ്മാസ്റ്ററെ കളിയാക്കിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് അപ്പാർട്ട്മെന്റിൽ പ്രകാശത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ ഒരു വാചകം ഒന്ന് മാർക്ക് ചെയ്യണേ. കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് അപ്പാർട്ട്മെന്റിൽ പ്രകാശത്തിന്റെ വെള്ളപ്പൊക്കം. ഞാൻ പറഞ്ഞു, ഇത് യഥാർത്ഥമായ വെള്ളപ്പൊക്കമല്ല. അവർ അവരുടെ ഭാവനയിൽ ഒരു വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നു. ദീപങ്ങളുടെ വെള്ളപ്പൊക്കം, പ്രകാശത്തിന്റെ വെള്ളപ്പൊക്കം. സ്ഥലത്തെ പ്രാഥമിക വിദ്യാലയത്തിലെ 2 ക്ലാസ്സുകളിലുള്ള കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താണുപോയിരുന്നു. സ്പെയിനിൽ പൊള്ളുന്ന വേനൽക്കാലത്തും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, കഥ കേട്ടു, ആസ്വാദ്യകരമായി എന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് പരീക്ഷയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പാഠഭാഗത്ത് കുറെ അധികം ചോദ്യങ്ങളുണ്ട്. എങ്കിലും സമയത്തിന്റെ കുറവ് മൂലം 2 or 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് തരുന്നത്. പ്രകാശം ജലം പോലെയാണ് എന്ന രചനയുടെ പ്രയോഗ ആവിഷ്കാരത്തിന് മാർക്വസ് പ്രയോജനപ്പെടുത്തിയത് എങ്ങനെയാണ്? ഒന്നുകൂടെ ചോദ്യം ശ്രദ്ധിക്കുക. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ പ്രകാശം ജലം പോലെയാണ് എന്ന ആ കഥയുടെ ആവിഷ്കാരത്തിന് മാർക്വസ് എങ്ങനെ പ്രയോജനപ്പെടുത്തി നാം കാണുന്നുണ്ട്. 2 കുഞ്ഞുങ്ങൾ ജോവലും ടോട്ടോയും പരീക്ഷണം നടത്തുന്നു. അച്ഛൻ യാദൃശ്ചികമായി അവരോട് പറഞ്ഞ ഒരു വാചകം, സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെ പ്രകാശം വരുന്നു, അത് ശാസ്ത്രീയമായി വിവരിക്കാതെ അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു, പ്രകാശം ജലം പോലെയാണ്, പൈപ്പ് തുറക്കുമ്പോൾ താഴേക്ക് വീഴുന്ന വെള്ളം പോലെ. കുട്ടികൾ അവരുടെ ചിന്തകൾ മാതാപിതാക്കൾ പോലും അറിയാതെ പ്രവർത്തിക്കുന്നു. പഠനത്തിൽ മിടുക്കരായി അവർ ആവശ്യപ്പെട്ട തുഴവെള്ളം വാങ്ങിക്കൊടുക്കുന്നു. അത് കൂട്ടുകാരെ കൊണ്ട് അവർ അപ്പാർട്ട്മെന്റിന് മുകളിൽ എത്തിക്കുന്നു. മാതാപിതാക്കളുടെ ഒരു ഇടപെടലും വേണ്ടി വന്നില്ല കുഞ്ഞുങ്ങൾക്ക്. അവർ സമയം കണ്ടെത്തി കൂട്ടുകാരുടെ സഹായത്തോടെ അത് ചെയ്യുന്നു. വീണ്ടും വർഷാവസാനം നല്ല കുട്ടികൾ എന്ന പേര് കേൾപ്പിക്കുന്നു. അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്ന സെക്സ്റ്റന്റും കോമ്പസും കിട്ടുന്നു. വീണ്ടും സമുദ്രത്തിൽ മുങ്ങാനുള്ള ഉപകരണങ്ങൾ, ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ മാതാപിതാക്കളില്ലാത്ത സമയത്ത് അവരുടേതായ ഒരു പ്രവൃത്തിയിൽ മുഴുകുന്നു. ഒരു പ്രദേശം മുഴുവനും പ്രകാശത്തിന്റെ വലയം, പ്രകാശത്തിന്റെ ആ പ്രഭ നിറഞ്ഞിരിക്കുന്നു. കാഴ്ചക്കാർക്ക്, കുട്ടികൾക്ക് അവർ വെള്ളത്തിലൂടെ ഊളിയിട്ട് നടക്കുന്ന ഒരു അനുഭവം, വ്യത്യസ്തമായ ഒരു അനുഭവം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കഥയിൽ നിന്ന് നാം ആർജിക്കേണ്ട ചില ഗുണങ്ങൾ: ഓരോരുത്തരുടെ ഉള്ളിൽ ഉള്ള ഭാവനയെ വളർത്താൻ വേണ്ട അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നുണ്ട്, കുട്ടികളുടെ മാന്ത്രികമായ ഭാവന മാഡ്രിഡ് നഗരത്തെ കീഴ്പ്പെടുത്തിയത് കഥാകൃത്ത് വർണ്ണിച്ചിട്ടുള്ളത് എങ്ങനെ? ഞാൻ പറഞ്ഞു, കഥയുടെ അവസാന ഭാഗം കൃത്യമായി അത് വിവരിക്കുന്നുണ്ട്. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് കാണുന്നുണ്ട്. അവർ താമസിച്ചിരുന്ന കാഡ്ജിന എന്ന തുറമുഖ നഗരം, അതിന്റെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരം, നഗരങ്ങളുടെ വ്യത്യസ്തതകൾ കുട്ടികളുടെ ജീവിതത്തിൽ വരുത്തിയ സ്വാധീനം, അത് കഥയിൽ പ്രകടമാകുന്നതിന് നിങ്ങൾ ചിന്തിക്കുക. പല പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾ, അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ടാവും. കേരളത്തിന്റെ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ കഴിയുന്ന കുട്ടികൾ, അവരുടെ സംസാരം, പ്രവൃത്തി, അവരുടെ ആഗ്രഹങ്ങൾ, അതിലൊക്കെ നേരിയ ഏറ്റക്കുറച്ചിൽ വരാം. ഒരാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, പരിസരങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. കൂടുതൽ അംഗങ്ങളുള്ള വളരെ ക്ലേശകരമായ
സാഹചര്യങ്ങൾ നിറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ ഏത് ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കാനുള്ള ധൈര്യം ആർജിക്കുന്നവരാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹ ലാളനങ്ങൾ കൊണ്ട് മാത്രം വളരുന്ന കുഞ്ഞുങ്ങൾ അവർ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ പരാജയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നാം അധിവസിക്കുന്ന പ്രദേശങ്ങൾ കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ജോലിയുടെ വ്യത്യസ്തത കൊണ്ട് തുറമുഖ നഗരമായ കാഡ്ജിന ഇന്ത്യ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അവിടെ കടലുണ്ട്, കടലിനോട് ചേർന്നുള്ള അവരുടെ വീടുണ്ട്. വളരെ ആസ്വദിച്ച് കഴിഞ്ഞിരുന്ന കുട്ടികൾ വളരെ ആസ്വദിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളാണിത്. അവർക്ക് പരിചയമില്ല, അവരെന്ന് തീരെ കുഞ്ഞുങ്ങളായിരുന്നു. എങ്കിലും ടോട്ടോയുടെയും ജോവലിന്റെയും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അറിവ് അവരുടെ കുഞ്ഞു മനസ്സിൽ വേരുറച്ചിരുന്നു. എന്നെങ്കിലും തങ്ങൾ ഒരു കാലത്ത് ഇതുപോലുള്ള മനോഹരമായ പ്രദേശത്ത് താമസിക്കുന്നവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം. എന്നാൽ മാഡ്രിഡിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ആ പരിമിതമായ സാഹചര്യങ്ങളിലും ജീവിക്കാൻ നാം തയ്യാറാവണം. ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. പരീക്ഷകൾ വളരെ എളുപ്പമുള്ളതാകട്ടെ. കൂടുതൽ നന്നായി പഠിച്ച് ആസ്വദിച്ച് ഒരുങ്ങാം. എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. ഓഫാക്കുമോ? അത് എടുക്കാൻ അവസാനത്തെ വേണത്തിരി കട്ട് ചെയ്തു.